സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായി എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ട്വീറ്റിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് ട്രംപിൻ്റെ അവകാശവാദമാണ്. അതായത് 48 മണിക്കൂർ നീണ്ട ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ച വിജയം കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായിരിക്കുന്നുവെന്നും ഈ ഒരു വിവേകപൂർണമായ തീരുമാനത്തിന് ഇരു രാജ്യങ്ങൾക്ക് നന്ദി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതായത് ട്രംപിൻ്റെ ഒരു ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു, അമേരിക്കയുടെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു വാർത്തയോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പാക് വിദേശകാര്യ മന്ത്രിയും പ്രതികരിച്ചിരിക്കുകയാണ്. ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു വെടിനിർത്തൽ ധാരണയുണ്ടായതായി. അതായത് ഇന്ത്യയുടെ ഇടപെടൽ നമുക്കറിയാം. ഏപ്രിൽ 22 നടന്ന ഒരു ആക്രമണത്തിൽ പ്രത്യാക്രമണമായിരുന്നു ഇന്ത്യ കൊടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. ആ ഒരു തിരിച്ചടി പാകിസ്ഥാന് വളരെയധികം നാണക്കേടാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഭീകരവാദികളൊക്കെയും കൊന്നൊടുക്കുന്ന ഒരു സംഭവ വികാസമായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് പാക് പ്രകോപനത്തിനൊക്കെയും. ഇതിനൊക്കെയും ഇടയിൽ ഇന്നൊരു വാർത്താ സമ്മേളനം 6 മണിക്ക് നടത്താനുണ്ട്. ഇപ്പോൾ സമയം 5:48 ആയിരിക്കുകയാണ്. കൃത്യം 6 മണിക്കൊരു വാർത്താ സമ്മേളനമുണ്ട്. വിക്രം മിശ്രി, സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ് അടക്കമുള്ളവരുടെ വാർത്താ സമ്മേളനം. ഈ ഒരു വാർത്താ സമ്മേളനത്തിന് മുൻപ് കേന്ദ്രം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഇനി ഒരു പാക് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധം എന്ന രീതിയിൽ കണക്കാക്കി ശക്തമായ തിരിച്ചടി, അത് യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കും എന്ന് പാകിസ്ഥാന് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത്. അതായത് ഈ ഒരു വെടിനിർത്തൽ കരാറിന് ധാരണയായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച ഈ ഒരു ചർച്ചയിൽ ഫലം കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ട്രംപ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നു എന്ന് കഴിഞ്ഞ 2 ദിവസമായി നമുക്കൊരു സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. മാർക്ക് റൂബിയോ ആദ്യം ഇന്ത്യയുമായി സംസാരിക്കുന്നു. ആ സമയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയും നമ്മുടെ കേന്ദ്രവും ഒക്കെ തീരുമാനിച്ചതും പറഞ്ഞതുമൊക്കെ ഇങ്ങനെയാണ്. അതായത് ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സാധാരണക്കാരെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല, യുദ്ധ അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, ഏത് രീതിയിലുള്ള സംയമനം പാലിക്കാനും ഇന്ത്യ തയ്യാറാണ് എന്നാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടായത്. അതേസമയം പാകിസ്ഥാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ഞങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും, കാരണം ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാണക്കേടും നാശനഷ്ടവുമാണ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ നേതാക്കളൊക്കെയും, അതും ഇന്ത്യ കൊന്നത് ഭീകരരെ, പക്ഷെ അവർ പറയുന്നത് അവരുടെ നേതാക്കന്മാരൊക്കെയും കൊന്നൊടുക്കി, അതിന് പകരം വീട്ടിയിരിക്കുമെന്നാണ് ആദ്യം മാർക്ക് റൂബിയോ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ പാക് വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത്. അതിനുശേഷം അൽ ജസീറയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിലും ഈ ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചിരിക്കും, ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ഇന്ത്യയെ ആക്രമിച്ചിരിക്കും എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതേസമയം ഇന്ത്യ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളെ അടിക്കുകയാണെങ്കിൽ അടിക്ക് തിരിച്ചടി ഇന്ത്യ കൊടുത്തിരിക്കും, ഒരു മാറ്റവുമില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 2 രാത്രിയും നമുക്ക് മനസ്സിലാകും വളരെ വലിയ രീതിയിലുള്ള പാക് പ്രകോപനമാണ് ഉണ്ടായത്. അതിൽ കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടതാണ്, പാകിസ്ഥാൻ ഇന്ത്യയിൽ കയറി ആക്രമിക്കുന്നു, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. കൃത്യം 10:30 തന്നെ ഇന്ത്യ തിരിച്ചടിക്കുന്നു. അതും പാക് പ്രധാനമന്ത്രിക്കരികിൽ തന്നെ ആ ഒരു മിസൈൽ ആക്രമണം എത്തുന്നു. ഇസ്ലാമാബാദ് വിറയ്ക്കുന്നു, പാകിസ്ഥാൻ വരെ വിറങ്ങലിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വെടിനിർത്തൽ കരാർന്ന് ഒരു ആശയം മുന്നോട്ട് വരുമ്പോഴേക്കും പാകിസ്ഥാൻ ഏറെക്കുറെ സമ്മതിക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ തടയുക എന്നുള്ളത് പാകിസ്ഥാനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നീക്കം നടത്തിയതാണ്. പാകിസ്ഥാന്റെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 22 സൗദി അറേബ്യയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ സന്ദർശനം നടത്തുന്ന വേളയിലാണ് പഹൽഗാമിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതായി തിരിച്ചറിയുകയും സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചു വരുന്നത്. ആ ഒരു സൗഹൃദം കണക്കാക്കി സൗദി വിദേശകാര്യ മന്ത്രി ഈ കഴിഞ്ഞ ദിവസം അപ്പോയിന്റ്മെന്റ് പോലും ഫിക്സ് ചെയ്യാതെ ഇങ്ങോട്ടേക്ക് വരികയും ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് ഒരു അയവ് വരണം എന്ന ഒരു ധാരണയിൽ ഇന്ത്യയുമായി സംസാരിക്കുന്നു.